ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് എപ്പിക് പടം എടുക്കാൻ നോക്കിപ്പോണ്ട ഒരു പടമാണ് ശാകുന്തളം. പക്ഷേ എടുത്തു വന്നപ്പോൾ ഒരുമാതിരി ഡിസ്കവറി ചാനൽ പോലെ ആയിപ്പോയി. ആദ്യ ദിവസം ഡിസ്കവറി ചാനൽ മിക്സ് ചെയ്തൊരു പടം, അതാണ് ശാകുന്തളം. ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറെ പ്രേതങ്ങളുടെ യൂണിവേഴ്സിൽ കുറെ പുലികൾ ഇറങ്ങും. ആരെയും കൊല്ലൂല, ജസ്റ്റ് പേടിപ്പിക്കത്തേ ഉള്ളൂ നമ്മുടെ പ്രേതങ്ങളെ പോലെ. അപ്പോഴാണ് രക്ഷകനും ആ നാട്ടിലെ രാജാവായ നമ്മുടെ നായകന്റെ ഇൻട്രോ. എന്ത് അതൊന്നുകൂടി കാണിച്ചേ? ചെറുക്കന്റെ തലയിലേക്കല്ലേ കൈപോയത്? നിങ്ങൾ എങ്ങനെ എടുത്താ ചെറുക്കനെ? മണ്ണ് തുറന്നിട്ട് എടുത്താ? എന്തായാലും നമ്മുടെ നായകൻ പട്ടീനെ ഓടിക്കുന്ന പോലെ പുലിനെ ഓടിച്ചിട്ട് നേരെ കാട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സീനിലാണ് നായികയുടെ ഇൻട്രോ. ഈ സിനിമയിലെ നായിക ജീവിക്കുന്നതാണെങ്കിൽ ഒരു പ്രത്യേകത ഒരു മൃഗശാലയിലാണ്. ഈ ഒരു മയത്തിലൊക്കെ VFX ചെയ്യട്ടെ. ഇതൊക്കെ കണ്ടിരുന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ പക്ഷെ ഇങ്ങനെ ഞാൻ ചിരിച്ചോണ്ടിരിക്കും. കാരണം എന്താ? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ശകുന്തളയെ കാണുന്നത് എങ്ങനെയാ? നിങ്ങൾ VFX പൊതിഞ്ഞു വെച്ചേക്കുമല്ലേ? അങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ രാജാവിന് ക്രഷ് അടിക്കും. ഇതിൽ എന്ത് കണ്ടിട്ടാണ് ഇവന് ക്രഷ് അടിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഈ പൂമ്പാറ്റനെ കണ്ടിട്ടാണ്? ആശ്രമത്തിൽ പ്രവേശിച്ചതുപോലെ ഉണ്ടല്ലോ. അയ്യോ, അങ്ങനെ ഉണ്ടോ? എന്നാൽ അത് തന്നെ സംഭവിച്ചല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് രാജാവ് ആനയായിട്ടുള്ള ഒരു ഫൈറ്റ് ആണ്. രാജാവ് നേരെ ആനയുടെ ഫ്രണ്ടിലൂടെ ഓടി വന്നിട്ട് ബാക്കിൽ പോകും, എന്നിട്ട് ബാക്കിലൂടെ ഓടി വന്നിട്ട് ഫ്രണ്ടിൽ പോകും, എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് അടിയോണ്ടങ്ങ് വീഴും. എന്നാൽ ഇവൻ ആദ്യം ഫ്രണ്ടിൽ നിന്ന് അടിയോണ്ടങ്ങ് വീണാ പോരെ. അതിനുശേഷം രാജാവ് അയാളുടെ സർവ്വ ബുദ്ധിയും വെച്ച് ആ ആനനെ അങ്ങ് വീഴ്ത്തും. കണ്ടില്ലേ ഗൗതമിമാതെ, മതം പൊട്ടി ആന മഹാരാജാവിനെ വന്നിച്ചു നിൽക്കുന്നത്? എങ്കിലത് ദുശകുനമാണ്. അതെ, അത് അപശകുനമാണ്. ആന ഇവരൊക്കെ ചവിട്ടി ഇറക്കണമായിരുന്നു, അതാണ് ശകുനം. പിന്നെ കാണിക്കുന്നത് വില്ലന്മാരായ രാക്ഷസന്മാരെയാണ്. ആഹാ, നല്ല ഫാൻസി ഡ്രസ്. ഇവിടെ വില്ലന്മാര് ലോകം കീഴടക്കാനൊക്കെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ രാജാവ്. പിന്നെ നടക്കുന്നത് രാക്ഷസന്മാരെ രാജാവായിട്ടുള്ള യുദ്ധമാണ്. അതൊക്കെ ഓക്കെ. ഇയാളെന്നിറങ്ങിയ ചാണകം ചവിട്ടി പോലെ നടക്കുന്നത്. അപ്പോൾ മാസാണോ ഉദ്ദേശിച്ചത്? എന്നൊക്കെ നടന്നു. അങ്ങനെ രാജാവ് എന്തായാലും യുദ്ധം ജയിക്കും. പിന്നെ കാണിക്കുന്നത് ശകുന്തളയുടെയും രാജാവിന്റെയും റൊമാൻസ് ആണ്. എന്നിട്ട് ഇവർ VFXന്റെ സാക്ഷിയാക്കി കല്യാണം കഴിക്കും. പിന്നെ അടുത്ത സീനിൽ ഒരു മഹർഷി വന്നിട്ട് ശകുന്തളയോട് എന്തോ ചോദിക്കും. അപ്പൊ നമ്മുടെ ശകുന്തള മൈൻഡ് ആക്കൂല. അങ്ങനെ ദേഷ്യം വന്ന് ഈ മഹർഷി ശപിക്കും രാജാവ് ശകുന്തളനെ മറന്നു പോട്ടെ. പിന്നെ ശകുന്തളയും ചേട്ടന്മാരൊക്കെ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് ബാഹുബലിയുടെ സെറ്റിലേക്ക് പോകും. അങ്ങനെ ശവം കാരണം രാജാവ് പറയും ശകുന്തളനെ ഓർമ്മയില്ലെന്ന്. അപ്പൊ ശകുന്തളയുടെ ചേട്ടന്മാരൊക്കെ ഫുൾ മാസ്. അങ്ങനെയോ? ഉറപ്പായി പിഴവ് സംഭവിച്ചിട്ടുണ്ടാകും. അങ്ങയുടെ കണക്കിൽ ധാരാളം സ്ത്രീകളുണ്ടല്ലോ. അങ്ങനെ രാജാവ് അവസാനമാകുമ്പോൾ ഇവർക്കൊക്കെ ശിക്ഷ കൊടുക്കണം എന്ന് പറയും. അപ്പൊ നമ്മുടെ ശകുന്തളയുടെ ചേട്ടന്മാര് പറയും ഞങ്ങളുടെ ബാധ്യത ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുക മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ നീ പതിവൃതയാണെങ്കിൽ ആദിവൃത്യം തെളിയിക്കേണ്ടത് നിന്റെ കടമയാണ്. എന്നിട്ട് ബാഹുബലിയുടെ സെറ്റിൽ നിന്ന് എല്ലാവരും കൂടെ ശകുന്തളനെ കല്ലെറിഞ്ഞ് ഓടിക്കും. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം രാജാവ് ശകുന്തളയുടെ കൈ കൊടുത്തൊരു മോതിര രാജാവിന് കിട്ടും. അങ്ങനെ ശവം ബ്രേക്കാവും. പിന്നെ രാജാവിന് ശകുന്തളനൊക്കെ ഓർമ്മ വരും. അങ്ങനെ ഓർമ്മയൊക്കെ തിരിച്ചിട്ട് രാജാവ് അസുരന്മാരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഇടും. അതിന് ഞങ്ങൾ എന്ത് ചെയ്ത്? അത് ശരി, നിങ്ങളുടെ വേർപാടിന് കാരണമായ മറ്റേ മഹർഷിയല്ലേ, അയാളല്ലേ കൊല്ലണ്ടേ? അതെ അല്ല, അയാളെ പിന്നെ അടിക്കാൻ പോയിട്ട് അയാൾ പിന്നെ വാതോർന്നെങ്കിൽ പറഞ്ഞാൽ പിന്നെ മനസ്സിലായി ഇയാൾ എന്തായാലും കാണിക്കും. പിന്നെ കാണിക്കുന്ന അസുരന്മാര് രാജാവായിട്ടുള്ള ക്ലൈമാക്സ് ഫൈറ്റ് ആണ്. അങ്ങനെ അവസാനം അസുരന്റെ കയ്യിൽ നിന്ന് അടികൊണ്ട് വീണ രാജാവ് റൊമാൻറ്റിക് ആവും. അങ്ങനെ റൊമാൻസ് കാരണം പവറപ്പായ രാജാവ് ഒരു കൊച്ചു TV ഫൈറ്റിലൂടെ അസുരനെ കൊല്ലും. എന്തായാലും അവസാനം ഈ ശകുന്തള രാജാവ് ഒന്നിക്കും വേണ്ടി പടം എൻഡ് ആവും.